ഗ്രാമസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ പ്രസ് മീറ്റ് നടത്തിയിരുന്നു. ആ സമയത്ത് നമ്മുടെ ആ മേഖലയിലുള്ള ആ ഹോട്ടലിൻ്റെ അതുമായി ബന്ധപ്പെട്ട പരിസരത്തുള്ള കിണറിൻ്റെയും നഗരസഭയെ പരിശോധിച്ച ഒരു പൂർണ്ണമായ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ഇന്നലെ ഉച്ചയാകുമ്പോഴേക്കും ആ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് മുനിസിപ്പാലിറ്റി നഗരസഭ പുറത്തിറക്കിയിട്ടുണ്ടായി. ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അവർ 5 മേഖലകളിലാണ് ഈ പരിശോധന നടത്തിയത്. 1 സ്കൂൾ കിണർ, 2 സമീപത്തുള്ളൊരു വീട്ടിലെ കിണർ, പിന്നെ ആ പരിസരത്തുള്ള കുളം, പിന്നെ നമ്മൾ നേരത്തെ ആരോപണം വിധേയമായ ഹോട്ടല്, ഒമാസിൻ്റെ ടാങ്ക്, പിന്നെ ഒമാസിൻ്റെ കിണർ. ഈ 5 ഭാഗത്തിലാണ് പരിശോധന നടത്തിയത്. അതിൽ പരിശോധനാ ഫലം വന്നപ്പോൾ വളരെ ഡേഞ്ചറസ് ലെവലിൽ ആയിരുന്നു. നമുക്കൊരു കാരണവശാലും മനുഷ്യന് ഉപയോഗിക്കുന്ന രൂപത്തിലല്ല ആ വെള്ളം സ്ഥിതി ചെയ്യുന്നത്. കാരണം അതിൽ സ്കൂൾ കിണർ നോക്കുമ്പോൾ ഹൈ അമോണിയ ഉണ്ട്, കോളിഫോം ബാക്ടീരിയ ഉണ്ട്, അളവിൽ കൂടുതലാണ്, ഈക്കോളി ബാക്ടീരിയ ഉണ്ട്, അയൺ കണ്ടന്റ് ആണ് വെള്ളം. പിന്നെ സമീപത്തെ കിണറ്റിലും ഇതേപോലെ തന്നെ സെയിം കാണുന്നുണ്ട്, കുളത്തിലും ഇതേപോലെ തന്നെ കാണുന്നുണ്ട്. പിന്നെ ഒമാസിലെ ടാങ്കിൽ ഹൈ ക്വാളിറ്റി ഓഫ് അമോണിയ കണ്ടന്റ് വന്നിട്ടുണ്ട്. പിന്നെ ക്ലോറൈഡ് കാണുന്നുണ്ട്, കോളിഫോം ബാക്ടീരിയ കാണുന്നുണ്ട്, ഈക്കോളി ബാക്ടീരിയയും കാണുന്നുണ്ട്. അവരുടെ കിണറിലും ഹൈ അമോണിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കോളിഫോം ബാക്ടീരിയ ഒരുപാട് കൂടുതലാണ്, ഈക്കോളി ബാക്ടീരിയയും കാണും. അപ്പോൾ പൊതുവായിട്ട് ഈ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹമാസിൻ്റെ ടാങ്കിലും കിണറിലും ഉള്ള സാധനങ്ങൾ തന്നെയാണ് മറ്റ് സമീപത്തുള്ള കിണറുകളിലും കുളത്തിലും കണ്ടുവരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയും ഈ കോളിഫോം ബാക്ടീരിയയും ഈ ബാക്ടീരിയകളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ ആരോഗ്യത്തെ വളരെയധികം ഹാനികരമായി ബാധിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുക. ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇത്രയും കാലം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 വർഷം കൊണ്ട് അവരുടെ കിഡ്നി പോലും അടിച്ചു പോകുമെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം കോളിഫോം ബാക്ടീരിയ അത് കിഡ്നിക്കൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു അണുബാധ ഉണ്ടാക്കുന്ന സാധനമാണ്. അതോടനുബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, ഈ റിസൾട്ട് ഇവർ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം അവരൊരു മെമ്മോ ഈ ഹോട്ടലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് 24 മണിക്കൂറിനകം ഹോട്ടൽ അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടലിന് മെമ്മോ കൊടുത്തത്. പക്ഷെ 24 മണിക്കൂർ കഴിയാൻ എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ മാത്രം ബാക്കി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെയായിട്ട് ആ ഹോട്ടൽ അടച്ചുപൂട്ടിയിട്ടില്ല. അവർക്ക് ഞാൻ മനസ്സിലാക്കുന്ന ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നുള്ള എന്തോ ഒരു അംഗീകാരം കൂടി അതിലുള്ളത് കൊണ്ട് അതിൻ്റെ മുകളിൽ പറഞ്ഞു പിടിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും, ജനങ്ങളുടെ ആരോഗ്യവും സമ്പത്തുമാണ് ഞങ്ങളുടെ പ്രധാനം. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ സമരം ഘടിപ്പിക്കുക മാത്രമല്ല, ഞങ്ങൾ ഉന്നതാധികാരികളെ കണ്ടുകൊണ്ട്, കലക്ടർ പോലുള്ള ആളുകളെ കണ്ടുകൊണ്ട്, ചീഫ് സെക്രട്ടറി പോലുള്ള ആളുകളെ നേരിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംവിധാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ കാര്യകാരണ സഹിതമായ ലെറ്ററുകളും അവിടെ അപേക്ഷകളും അവർ കൊടുക്കുന്നതായി ഒരു സംശയമില്ല. പിന്നെ സ്കൂളുകളോടും മറ്റു സ്കൂളുകളോടും ഈ വേളയിൽ പറയാനുള്ളത്, നമ്മുടെ ഗ്രാമതലത്തിലുള്ള സ്കൂളുകളെല്ലാം തന്നെ സ്കൂൾ അധികാരികൾ, പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർമാർ അതെല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ അടുത്തുള്ള കിണറുകളും അതുപോലെ തന്നെ